ഹായ് വെൽക്കം ടു റിലയൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഏതായിരുന്നു? നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ കണക്ഷൻസ് ആയിരുന്നു. ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ വരുന്ന എൻ പ്ലേറ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിഫ്നേഴ്സ്, ഈ കാണുന്ന സ്റ്റിഫ്നർ വരെ നമ്മൾ കൊടുത്തായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കവർ ചെയ്ത കണക്ഷൻസ് ഏതാണ്? ബീം ടു കോളം ഫിൻ പ്ലേറ്റ് കണക്ഷൻസ്, പിന്നെ ഏറ്റവും ടോപ്പിലത്തെ ബീമിൻ്റെ ഫിൻ പ്ലേറ്റ് കണക്ഷൻ, ഇവിടെ എൻ പ്ലേറ്റ് കണക്ഷൻസ് കൊടുത്തു, എൻ പ്ലേറ്റിൽ സ്റ്റിഫനേഴ്സ് കൊടുത്തു, പിന്നെ നടുക്ക് കാണുന്ന മെയിൻ പൈപ്പ് സപ്പോർട്ട് ആവാനായിട്ട് കൊടുക്കുന്ന സ്റ്റിഫനേഴ്സും നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് വരുന്ന കണക്ഷനാണ് ഗസറ്റ് കണക്ഷൻ. ഗസറ്റ് കണക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ബ്രേസിങ്സിന് കൊടുക്കുന്ന കണക്ഷന് പറയുന്ന പേരാണ് ഗസറ്റ് പ്ലേറ്റ്. അപ്പോൾ അത് നമുക്ക് ഹൊറിസോണ്ടൽ ബ്രേസിൻ്റെ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഹൊറിസോണ്ടൽ ബ്രേസിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് ഏതായിരുന്നു പ്ലാൻ? 10.625 അല്ലേ, 10.625 അല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വ്യൂ ലിസ്റ്റ് എടുക്കുക, Ctrl+I ഞെക്കി വ്യൂ ലിസ്റ്റ് എടുത്തു, 10.625 പ്ലാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കണക്ഷൻ കൊടുക്കണം. പിന്നെ ഈ കണക്ഷൻ നോക്കാൻ നമുക്ക് ഡിസൈൻ ഡ്രോയിങ് നോക്കിക്കഴിഞ്ഞാൽ 10.625 പ്ലാൻ, ഈ പ്ലാനിനകത്ത് അവർ കണക്ഷൻ ഡീറ്റെയിൽ ഏതാ തന്നേക്കുന്നത്? 3A എന്ന് പറഞ്ഞ ഡീറ്റെയിലാണ് പറഞ്ഞേക്കുന്നത്, ഷീറ്റ് നമ്പർ 3. അപ്പോൾ നെക്സ്റ്റ് ഷീറ്റിൽ 3A നിങ്ങളത് തന്നെ എടുക്കണം കേട്ടോ. 3A ഇവിടെ 3 എന്ന് പറഞ്ഞൊക്കെ വേറെ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. ഇതൊക്കെ വേറെ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കുള്ളൂ. 3 എന്ന് പറയുന്നതൊക്കെ ഒരു കോമൺ ഡ്രോയിങ് ആണ് ഇവർ തന്നേക്കുന്നത്. കാരണം ഇതേപോലെ ഒരുപാട് പൈപ്പ് സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. എല്ലാത്തിൻ്റെയും കണക്ഷൻസ് ഏകദേശം കോമൺ ആയിരിക്കും, കോമൺ ഷീറ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അത് നമ്പർ തന്നെ ഫോളോ ചെയ്യണം. അതിപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ തന്നെ അല്ല, ത്രൂ ഔട്ട് നിങ്ങൾ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രൊജക്റ്റിലൊക്കെ ഇങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ 3A എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രോയിങ് എടുത്തു. അപ്പോൾ ഗസറ്റ് കൊടുക്കാനായിട്ട് ഗസറ്റിൻ്റെ കണക്ഷൻ വരുന്നത് ആപ്ലിക്കേഷൻ ആൻഡ് കമ്പോണൻസ് എടുക്കാം. ഇവിടെ നമുക്ക് ഗസറ്റിൻ്റെ കണക്ഷൻ നമ്പറാണ് 11, ബോൾട്ടഡ് ഗസറ്റ്. ഇപ്പോൾ ഈ ഇമേജിൽ കാണുന്നത് പോലെ ഒരു ഗസറ്റിലോട്ടേക്ക് നമുക്ക് ഒന്നിൽ കൂടുതൽ ബ്രേസ് കണക്ട് ചെയ്യും. ഇപ്പോൾ ഒരു 3 എണ്ണം കണക്ട് ചെയ്ത് കാണുന്നുണ്ടല്ലോ. നമുക്ക് അറ്റ് എ ടൈം ഒരു 10 11 ഗസറ്റ് വരെ ഒരു ബ്രേസ് വരെ ഒരു ഗസറ്റിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഈ സിറ്റുവേഷനിൽ നമുക്ക് ആകെ ഒരു ബ്രേസേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യേണ്ടത്? നമ്മൾ ഈ കണക്ഷൻ എടുക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ കണക്ഷൻ, ഇവിടെ ഗസറ്റ് എന്ന് പറഞ്ഞ് നമ്മളെടുത്തു. ബോട്ടം ലെഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്? പിക്ക് മെയിൻ പാർട്ട്. അപ്പോൾ മെയിൻ പാർട്ട് എന്ന് പറയുമ്പോൾ ബീം, ഈ ബീം തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. ബീം അല്ലാതെ വേറെ ബ്രേസിങ്, ഇവിടെ ഈ കാണുന്നതൊക്കെ വെർട്ടിക്കൽ ബ്രേസ്, അതൊന്നും പോയി സെലക്ട് ചെയ്യരുത്. ബീം സെലക്ട് ചെയ്യാം. പിന്നെ പറയുന്നത് എന്താ? പിക്ക് സെക്കൻഡറി പാർട്ട് അറ്റ് മാക്സിമം 10 പാർട്സ്. നമുക്ക് ആകെ ഒരു സെക്കൻഡറി വരുന്നുള്ളൂ. അപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇപ്പോൾ വീണ്ടും ഒരു പറയാം അടുത്ത സെക്കൻഡറി സെലക്ട് ചെയ്യാം. നമുക്കിനി വേറെ സെക്കൻഡറി ഇല്ല, ആകെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരെണ്ണം വരുന്നുള്ളൂ. എന്നിട്ട് ഇനി കണക്ഷൻ ലോഡ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൗസിൻ്റെ മിഡിൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ മൗസിൻ്റെ മിഡിൽ ബട്ടൺ ഞാൻ പ്രസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ കണക്ഷൻ ഓട്ടോമാറ്റിക്കലി ലോഡാവും. ഇപ്പോൾ ഇവിടെ കണക്ഷൻ വന്നു. നമ്മൾ ഷിഫ്റ്റ് 2 ഇടുക, അതായത് കമ്പോണൻസ് നമ്മൾ ഷെയ്ഡഡ് വയർ ഫ്രെയിമിൽ വെക്കാനായിട്ട് ഷിഫ്റ്റ് 2 വെച്ചത്. ഇനി ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ കണക്ഷൻ്റെ പ്രോപ്പർട്ടി എടുക്കുക. ദ വെരി നെക്സ്റ്റ് ദ മെത്തേഡ് ഐ ഹാവ് ടോൾഡ് യു ഹൗ ടു ഫിൽ ദ കണക്ഷൻസ്. ഫസ്റ്റ് ദ തിക്നെസ്, ദെൻ if any bolt is coming, then go to the bolt properties and provide all the bolt details. അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ പോകണം, എന്നാലേ നമുക്ക് ഏത് കണക്ഷൻ ആയാലും മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഗസറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഇവിടെ ഗസറ്റിൻ്റെ തിക്നെസ് കൊടുക്കണം. അപ്പോൾ ഡിസൈൻ ഡ്രോയിങ്ങിൽ അവർ പറയുന്ന അത്ര 12 mm തിക്ക് ഗസറ്റ്. അപ്പോൾ നമ്മളത് ഇവിടെ ഫില്ല് ചെയ്യാം. 12 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി എവിടെ തിക്നെസ് കൊടുക്കുന്നു അതിൻ്റെ നേരെ നമുക്ക് പ്രിഫിക്സ്, നമുക്കിപ്പോൾ PL എന്ന് തന്നെ കൊടുക്കാം. PL, ക്യാപിറ്റൽ PL അത് തന്നെ കൊടുക്കണം. സ്മോൾ ലെറ്റർ കൊടുക്കരുത്, നമ്പറിങ്ങിൽ എഫക്റ്റ് ആവും. സ്റ്റാർട്ട് നമ്പർ 1, മെറ്റീരിയൽ നമുക്ക് അറിയാത്തതുകൊണ്ട് S275 ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. നെയിം നമുക്ക് ഗസറ്റ് പ്ലേറ്റ്. ഇനി ഇപ്പോൾ ഇവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും നമ്മൾ പോകേണ്ട, തിക്നെസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി ബോൾട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ബ്രേസ് ബോൾട്ട് 1 എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്, ബ്രേസ് ബോൾട്ട് 1. അപ്പോൾ ബോൾട്ടിൻ്റെ ഡീറ്റെയിൽസ് എന്താ പറയുന്നത്? M12ൻ്റെ ബോൾട്ട്, 14 ഡയാ ഹോൾസ്, 2 ബോൾട്ട് വേണം. പിന്നെ ബോൾട്ടിൻ്റെ ഡിസ്റ്റൻസ് 30, 45, 30. പിന്നെ 28ലാണ് ഈ വർക്കിംഗ് പോയിന്റ് ലൈനിൽ വേണം ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിൽക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടെ ബോൾട്ടിൻ്റെ സൈസ് നമുക്ക് 12 ഇട്ടു. നമുക്ക് സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞാൽ അറിയാത്തതുകൊണ്ട് 8.8 XY ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ 14 ഡയാ ഹോൾസിന് നമ്മൾ 2 mm കൊടുക്കും ടോളറൻസ് എന്ന്. ഇനി ഇവിടെ നമുക്ക് ബോൾട്ടിൻ്റെ ഇനി നമ്പേഴ്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ 2 എണ്ണം, വെർട്ടിക്കൽ ഡയറക്ഷനിൽ 1 എണ്ണം. പിന്നെ ബോൾട്ടിൻ്റെ ഡിസ്റ്റൻസ് 30, 45, 30 മോഡിഫൈ ചെയ്യാം. അപ്പോൾ അത് ചേഞ്ച് ആയി. ഇനി ഈ വർക്കിംഗ് പോയിന്റ് ലൈൻ നമുക്ക് വേണമെങ്കിൽ വർക്കിംഗ് പോയിന്റ് ലൈൻ ഓൺ ചെയ്ത് വെക്കാം. ഡിസ്പ്ലേയിൽ പോയി വ്യൂ പ്രോപ്പർട്ടി എടുക്കുക, ഡിസ്പ്ലേയിൽ പോയി അഡ്വാൻസ് പോയി പാർട്ട് റെഫറൻസ് ലൈൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
റെഫറൻസ് ലൈൻ വർക്കിംഗ് പോയിന്റ് ലൈൻ ഓൺ ആവും. ഈ ബോൾട്ടിൻ്റെ സെൻറ്റർ ഈ വർക്കിംഗ് പോയിന്റ് ലൈനിലൂടെ പാസ് ചെയ്യണം എന്നാണ് പറയുന്നത്, കണ്ടില്ലേ? പക്ഷേ നമ്മൾ ബോൾട്ട് മാറി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ബ്രേസ് ഒക്കെ വെച്ചപ്പോൾ എങ്ങനെയാണ് ചെയ്തത്, നമ്മൾ ബ്രേസ് ചെയ്തപ്പോൾ 28 കിട്ടാനായിട്ട് 3 mm ആഡ് ചെയ്തായിരുന്നു പൊസിഷനിൽ. മിഡിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരുന്നു കിടന്നിരുന്നത് പ്രോപ്പർട്ടീസിൽ. ആ മിഡിൽ നിന്നും നമ്മൾ 28 കിട്ടാനായിട്ട് 3 mm ആഡ് ചെയ്തു. 25 ആണ് മിഡിൽ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മിഡിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് ഇടുക. ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ്, ഞാൻ ഒരു -3 എന്ന് പറഞ്ഞ് കൊടുത്ത് മോഡിഫൈ ചെയ്തു. ഇപ്പോൾ ബോൾട്ടിൻ്റെ സെൻറ്റർ വന്ന് കിടക്കുന്നുണ്ടോ, അപ്പോൾ അത് ഓക്കെ. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഈ ഗസറ്റിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് നേരത്തെ കൊടുത്ത പോലെയല്ല, നമ്മൾ ട്രയൽ ചെയ്ത് നോക്കേണ്ടി വരും. ട്രയൽ ആൻഡ് റൺ എന്നുള്ള രീതിയിൽ ഓരോ വാല്യൂസും ഓരോ ഹിൻഡ് നോക്കി കൊടുത്ത് നമ്മൾ ട്രയൽ, പിന്നെ ചില വാല്യൂസ് ഒന്നും ഇവർ തന്നിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളത് ഗസറ്റിന് കുറച്ചൊരു പാറ്റേൺ ഉണ്ട് നമ്മൾ ചെയ്യുന്നതിന്, ആ ഒരു ഷേപ്പും ഗസറ്റിൻ്റെ അത് നിങ്ങൾ ചെയ്ത് യൂസ്ഡ് ആയിക്കോളും. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഗസറ്റ് വേണ്ടത് മെയിൻ പാർട്ടും സെക്കൻഡറി പാർട്ടും തമ്മിൽ ഒരു ഗ്യാപ്പ് ഇനി ആദ്യം കൊടുക്കണം. ഇനി ഇതിൻ്റെ ഓൾമോസ്റ്റ് വർക്ക് എല്ലാം പിക്ചറിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് മെയിൻ പാർട്ടിൻ്റെ ഫേസ് ആയിട്ട് സോഫ്റ്റ്വെയർ റീഡ് ചെയ്യുന്നത്. ഈ ബീമിൻ്റെ ഈ ലൈൻ, ഔട്ടർ ഈ ലൈനാണ് മെയിൻ പാർട്ടിൻ്റെ ഫേസ്. പിന്നെ സെക്കൻഡറി പാർട്ട് എന്ന് പറയുന്നത് ഈ ബ്രേസ് നിൽക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഇച്ചിരി വലിയ ഗ്യാപ്പാണ്. പക്ഷേ നമ്മൾ PDF നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ ചെറിയൊരു ഗ്യാപ്പാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാം. ഒരു 10 mm കൊടുക്കാം നമുക്കിവിടെ. ഈ ഗ്യാപ്പിന് 10 mm. ഈ 10 എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ മെയിൻ പാർട്ട് സെക്കൻഡറി പാർട്ടും തമ്മിൽ ഒരു ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഇവിടെ ഈ കട്ടിങ് ഒന്നും വരരുതിട്ട്, ഇതിപ്പോൾ ഡിഫോൾട്ട് എന്തോ വന്നതാണത്. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ വന്നൊന്നുമില്ല. ഇവിടെ ഈ ചാംഫർ പോലെ കാണുന്നുണ്ടോ, ഇങ്ങനെയൊന്നും കൊടുക്കരുത്. അപ്പോൾ അത് കളയാനായിട്ട് ഗസറ്റ് എന്ന് പറഞ്ഞ ടാബിൽ ഈ താഴത്തെ ഇമേജ് മാറ്റി കൊടുത്താൽ മതി. മോഡിഫൈ സെലക്ട് ആയിട്ടില്ല, ബ്രേസ് ഗസറ്റ് തന്നെ സെലക്ട് ചെയ്യണം, മോഡിഫൈ. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ മെയിൻ പാർട്ട് സെക്കൻഡറി പാർട്ടും തമ്മിൽ 10 ഗ്യാപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഇത് നടുക്ക് വരുന്ന കണക്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ മെയിൻ പാർട്ടും സെക്കൻഡറി പാർട്ടും തമ്മിൽ ഒരു 10 ഗ്യാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ പാർട്ട് സെക്കൻഡറി പാർട്ടും തമ്മിൽ ഇതുണ്ടോ 10 ടിപ്പിക്കൽ എന്ന് കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ ആ 10 ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 10 ആണ് നമ്മൾ ഇങ്ങോട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇപ്പോൾ നമുക്കിനി മോഡലിൽ മെയിൻ പാർട്ട് സെക്കൻഡറി പാർട്ടും ഗസറ്റിൽ പോയിട്ട്, അപ്പോൾ ഇതെങ്ങനെ ട്രാക്ക് ചെയ്യാം? മെയിൻ പാർട്ട് എന്ന് പറയുന്നത് 1, സെക്കൻഡറി പാർട്ട് എന്ന് പറയുന്നത് 2 ഇവിടെ നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 10 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു, മോഡിഫൈ ചെയ്തു. സെലക്ട് ചെയ്യണം കേട്ടോ, ബ്രേസ് സെലക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ മോഡിഫൈ ആവത്തില്ല. മോഡിഫൈ. ഓക്കെ. ഇപ്പോൾ ആ ഗ്യാപ്പ് ഇവിടെ റെഡ്യൂസ് ആയതുണ്ടോ? ഇപ്പോൾ നേരത്തേക്കാളും ചെറിയ ഗ്യാപ്പായി. മെയിൻ പാർട്ട് സെക്കൻഡറി പാർട്ടും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടി റെഡ്യൂസായി. ഇനി ഇപ്പോൾ നമ്മളുടെ ബ്രേസിൻ്റെയൊക്കെ വന്ന് ഗസറ്റ് ഒന്ന് നിൽക്കുന്നുണ്ടോ, ബ്രേസിൻ്റെ എൻഡിലൊന്ന്? ഒരിക്കലും അങ്ങനെ നിൽക്കാൻ പാടില്ല. ഗസറ്റ് ഇങ്ങനെ മുട്ടി ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ഇവിടെ വന്ന് ഇത്രയും ഇങ്ങനെ കോർണറിൽ ഇവിടെയൊക്കെ വന്ന് നിൽക്കണം. നമുക്ക് എപ്പോഴും ഏത് പ്രൊജക്റ്റ് ചെയ്താലും ഒരു പ്രൊജക്ഷൻ, ചെറിയൊരു പ്രൊജക്ഷൻ കൊടുക്കണം. ഇപ്പോൾ ഈ ഡിസൈൻ ഡ്രോയിങ്ങിൽ അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, 10 ടിപ്പിക്കൽ എന്ന് പറഞ്ഞ്. ഇതുണ്ട്, ഈ പ്രൊജക്ഷൻ കാണിച്ചേക്കുന്നുണ്ട്. 10 ടിപ്പിക്കൽ എന്ന് വെച്ചാൽ ഇതേപോലെ എൻ്റെ ഇവിടെ വരുന്ന അവിടെ നിന്നൊക്കെ 10 mm പ്ലേറ്റ് തള്ളണം. ഇൻ കേസ് ഇവർ തന്നിട്ടില്ലെങ്കിലും നമ്മളൊരു പ്രൊജക്ഷൻ 10 എങ്കിലും നമ്മൾ കൊടുക്കണം കേട്ടോ, മാക്സിമം. അപ്പോൾ നമുക്ക് ആ 10 കൊടുക്കാൻ എവിടെയാണ് കൊടുക്കാൻ പറ്റുക? ഒന്നാലോചിക്ക്. പ്രോപ്പർട്ടിയിൽ ഇവിടെ പ്രൊജക്ഷൻ കണ്ടോ, ഇവിടെ പ്രൊജക്ഷൻ ഉണ്ട്, ഇവിടെയും പ്രൊജക്ഷൻ ഉണ്ട്. ഇവിടെയും സിറ്റുവേഷൻ മാച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എടുത്തോളും. അപ്പോൾ ഇവിടെ നമ്മൾ 10 കൊടുത്തു. പിന്നെ വരുന്നത് ഈ 10 ആണ്, അതും കൊടുക്കുക. അപ്പോൾ നമ്മളിത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഇത് എവിടെയൊക്കെയാണോ വരുന്നത്, ഇപ്പോൾ 2-3 ബ്രേസ് കൊടുത്താൽ ഓട്ടോമാറ്റിക് എടുത്തോളും. ഒരു ഗസറ്റിലോട്ട് വന്ന് കണക്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ 3 സ്ഥലത്തും കൊടുത്തിട്ട് ഓട്ടോമാറ്റിക് അവിടെ 10 ടിപ്പിക്കൽ വന്നോളും. മോഡിഫൈ. ഇപ്പോൾ 10 പ്രൊജക്ഷൻ വന്നുകൊണ്ട് ഇവിടെ ഇപ്പോൾ 10 പ്രൊജക്ഷൻ വന്നു. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സിറ്റുവേഷൻ, ഈ പ്രൊജക്റ്റിൽ ഈ ഹൊറിസോണ്ടൽ ബ്രേസും ബീമും ഒരേ ലൈനിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഗസറ്റ് ഇപ്പോൾ ഈ സെക്ഷനിൽ കാണുന്നുണ്ടോ? അപ്പോൾ ഗസറ്റ് വരുന്നത് ബീമിൻ്റെ മേളിലാണ്. അപ്പോൾ മേളിൽ വരുന്നതുകൊണ്ട് ഇതിങ്ങനെ റെയർ കണ്ടീഷനിൽ വരുള്ളൂ കേട്ടോ. ഇപ്പോൾ മേളിൽ വരുന്നത് കൊണ്ട് നമുക്ക് 3 സൈഡ് വെൽഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ട് ബീമിൻ്റെ മേളിൽ 3, 1, 2, 3 ബോട്ടത്തിൽ. അപ്പോൾ ഈ 3 സൈഡ്സ്, ഈ വെൽഡിങ് സിമ്പിളിൽ കാണുന്നത് 6 mm ഫില്ലറ്റുകൾ 3 സൈഡ്സ് എന്ന് കൊടുത്ത ഈ സിമ്പിൾ ഇവരിങ്ങനെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്, സർക്കിളിൻ്റെ 3/4. ശരിക്കും ഇവിടെ 3 സൈഡ്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് തരും. ഇവിടെ നോട്ട്സ് പോലെ ഇത് ഇവിടെ എഴുതി തരും. അപ്പോൾ 3 സൈഡ്സ് നമുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതിന് കണക്ഷൻ എടുത്തു. നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് വെൽഡ് വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ വെൽഡുണ്ട്, ഇവിടെ താഴെ പക്ഷേ വെൽഡ്
ഈ സൈഡിൽ കാണുന്ന വെൽഡ് കണ്ടോ, ഈ വെൽഡ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ബീമിൻ്റെ എൻഡും ബ്രേസിൻ്റെ എൻഡും ഒരേ ലൈനിലാണ് നിൽക്കുന്നത്. ഈ വെൽഡ് അപ്പോൾ പുറത്ത് കിടക്കുന്നത്. താഴെയും അത് തന്നെ ഇഷ്യൂ. നമുക്ക് വേണമെങ്കിൽ 3D വ്യൂ എടുത്ത് നോക്കാൻ. വേണമെങ്കിൽ 3D വ്യൂവിൽ നോക്കിയാൽ ഇത് കണ്ടോ, ഈ സിറ്റുവേഷനിൽ ഇതുണ്ട്, ഈ വെൽഡ് പുറത്ത് കിടക്കുന്നുണ്ട്. ഇവിടുത്തെ വെൽഡ് ഇതേ ഔട്ട്സൈഡായി. അപ്പോൾ ഇവിടെയും ഔട്ട്സൈഡായിട്ടാണ് കിടക്കുന്നത്, ഈ സൈഡ്. അപ്പോൾ അങ്ങനെ ഔട്ട്സൈഡ് ആവാതിരിക്കാൻ വെൽഡിങ്ങിന് ഗ്യാപ്പ് കിട്ടാനായിട്ട് 6mm വെൽഡിന് ഒരു 10 ഗ്യാപ്പെങ്കിലും കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കാനാണ് PDF-ൽ ഇവിടെ 10 ഗ്യാപ്പ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ 10 ഗ്യാപ്പ് കൊടുക്കാനായിട്ടുള്ള സിറ്റുവേഷൻ ഏതാ? മെയിൻ പാർട്ടും ഗസറ്റും. മെയിൻ പാർട്ട് എന്ന് പറയുന്നത് 1, ഗസറ്റ് എന്ന് പറയുന്നത് ഇവിടെ. നമുക്കിവിടെ ഒരു വാല്യൂ കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഗസറ്റ് സെലക്ട് ചെയ്തു, ഇവിടെ 10 എന്ന് പറഞ്ഞ് കൊടുത്ത് മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ 10 കൊടുത്തപ്പോൾ എന്തായാലും ഇവിടെ കൊടുത്തപ്പോഴാണ് വാല്യൂ മൂവ് ആയത്. എന്തായാലും ആ ഗസറ്റ് മൂവ് ആയി. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മെയിൻ പാർട്ടിൻ്റെ ഫേസ്, അതായത് ബീമിൻ്റെ ഈ ഫേസിൽ ഈ ലൈൻ, ഇവിടെ നിന്നും പ്ലേറ്റ് ഒരു 10mm പ്രൊജക്റ്റ് ചെയ്തു. പക്ഷെ നമുക്ക് ഇവിടെ നിന്നല്ല, ഈ ബീമിൻ്റെ ഈ ഈ ഫേസിൽ നിന്നാണ് 10 വേണ്ടതെന്നാണ് ഡിസൈനിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കൊടുത്തപ്പോൾ മൂവ് ആയി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വാല്യൂ നമുക്ക് 10 കിട്ടുന്നത് വരെ, ഈ ഗ്യാപ്പ് 10 കിട്ടുന്നത് വരെ ഇവിടെ വാല്യൂസ് ഓരോന്നും നമുക്ക് ഓൾട്ടർനേറ്റീവ് ചേഞ്ച് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ അതിന് ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നാലുള്ളൊരു ടിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ഇവിടെ കൊടുക്കുമ്പോൾ മൂവ് ആയി, നമ്മൾ 0 എന്ന് പറഞ്ഞൊരു വാല്യൂ സെറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ 0-ൽ വന്ന് കിടന്നു. ഇനി ഇവിടെ നിന്ന് മെഷർ ചെയ്യുക. F എന്ന് പറഞ്ഞ ഷോർട്ട് കീ ഞെക്കി ഇവിടെ നിന്ന് ബീമിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് വെക്കുക. എത്ര? 76. നമുക്ക് വേണ്ടത് എത്രയാണ്? 66. നമുക്ക് 10mm ഗ്യാപ്പ് വേണം. അപ്പോൾ 10mm ഗ്യാപ്പിന് വേണ്ടി നമുക്ക് ഏത് ചെയ്യണം? 76 - 10 66. അപ്പോൾ 66 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം -66 നമുക്ക് കുറക്കല്ലോ ഉണ്ട്, -66 കൊടുത്ത് നോക്കാം. മോഡിഫൈ ഇപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട്, ഇവിടെ 10 ഗ്യാപ്പിൽ വന്ന് നിൽക്കുന്നു. എപ്പോഴും കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് റീകൺഫേം ചെയ്യുക, ഇവിടെ 10 ഉണ്ടോ എന്ന് ഒന്നുകൂടി നോക്കാം. അപ്പോൾ F ഞെക്കി ഇവിടെ നിന്ന് ഈ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് അളന്നാൽ 10 ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഇൻറ്ററപ്റ്റ് ചെയ്ത് റീഡ്രോ വ്യൂ ഞെക്കുക. അപ്പോൾ ഇവിടെ ഓക്കെ. ഇനി ഈ ഗസറ്റിൻ്റെ ഷേപ്പ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഷാർപ്പായിട്ടോ നേരത്തെ കണ്ടതുപോലത്തെ ഷേപ്പിലൊന്നും വരരുത്. എപ്പോഴും ഗസറ്റിൻ്റെ ഷേപ്പ് നിൽക്കേണ്ടത് ഈ ഡിസൈനിൽ കാണുന്ന പോലെ ഈ ഭാഗം നമ്മളുടെ ആ ബ്രേസ് എങ്ങനെ നിൽക്കുന്ന ഏകദേശം അതിന് പാരലായിട്ട് ഇങ്ങനെ വേണം പോകാനായിട്ട്. അപ്പോൾ ആ ഷേപ്പിൽ വരുത്താൻ ഗസറ്റ് എന്ന് പറഞ്ഞൊരു ടാബിൽ പോയിട്ട് ഇവിടെ ഒരു റഫ് വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുക. ഞാൻ 10 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇട്ട് കൊടുക്കുക. ഈ 10 ഉദ്ദേശിക്കുന്നത് മെയിൻ പാർട്ടിൻ്റെ ഫേസില്ല, ബീമിൻ്റെ ഈ ഫേസ്, ഇവിടെ നിന്നും പ്ലേറ്റ് ഒരു 10 പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് കട്ട് ചെയ്ത് കയറും. അപ്പോൾ ഞാൻ മോഡിഫൈ ചെയ്ത് കാണിച്ചു തരാം. മോഡിഫൈ സെലക്ട് ചെയ്തിട്ടില്ല, സെലക്ട് ചെയ്ത് മോഡിഫൈ. ഇപ്പോൾ ഇതേ വന്നു കണ്ടോ, അതായത് ബീമിൻ്റെ ഈ ഫേസിൽ നിന്നും 10mm പ്രൊജക്റ്റ് ചെയ്തിട്ട് ഗസറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ എൻഡിലോട്ട് വന്ന് കയറി. നമ്മളിവിടെ 10-ന് പകരം 25 ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ബീമിൻ്റെ ഈ ഫേസിൽ നിന്നും 25mm പ്ലേറ്റ് തള്ളി നിന്നിട്ട് ഇങ്ങനെ എൻഡിലോട്ട് വന്ന് കയറും. നമുക്കിപ്പോൾ ഒരു 10 കൊടുക്കാണ്ട് ലാസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം, എന്നിട്ട് അതിനനുസരിച്ച് വേണം വേരി ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് 2 സൈഡ് വെൽഡ് കിട്ടി, ടോപ്പിലും ഈ ലെഫ്റ്റ് സൈഡിൽ. ഇനി ബോട്ടത്തിൽ ഇതുപോലെ വെൽഡ് വേണം. ഇതുണ്ടോ, ബോട്ടത്തിൽ വെൽഡ് ഇപ്പോൾ ഔട്ട് സൈഡാണ് കിടക്കുന്നത്. റീഡ്രോ വ്യൂ ഞെക്കിയാൽ ഇപ്പോൾ ഔട്ട് സൈഡ് കിടക്കുന്നത്. നമുക്കിവിടെ മിനിമം 10 വേണം. അവരത് ഡിസൈൻ ഡ്രോയിങ്ങിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഈ 100 എന്ന് പറയുന്നത് ഈ ഗസറ്റിൻ്റെ അല്ല, 100 ഈ ബ്രേസ് വെച്ചപ്പോൾ വർക്കിംഗ് പോയിൻ്റാണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആ 10 നമുക്ക് ഇവിടെയും കിട്ടണം. പക്ഷേ കറക്റ്റ് 10 വരുത്തണ്ട, മിനിമം 10 to 11 വരെ നമുക്ക് വേരി ചെയ്താലും കുഴപ്പമില്ല. ബീമിൽ നിന്നും ഈ പ്ലേറ്റ് വരെ മിനിമം 10. ഇപ്പോൾ അതിന് നമുക്ക് കൊടുക്കേണ്ടത് പിക്ചർ എന്ന് പറഞ്ഞ ടാബിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടോ, ആംഗിൾ പോലെ കാണിച്ചേക്കുന്നത് താഴെ മേളിൽ. ഇതിൽ ഏത് സൈഡാണെന്നുള്ളത് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കേണ്ടി വരും. കാരണം നമ്മളുടെ ബ്രേസ് കിടക്കുന്നത് എത്ര ഡിഗ്രിയിലാണ്, എത്ര സ്ലോപ്പിലാണോ അതിനനുസരിച്ച് ആ 2 കോളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പോൾ സിറ്റുവേഷനിൽ ഞാൻ മേളിൽ, നമുക്കിത് കുറയ്ക്കുമല്ലോ വേണ്ട, ചെറുതാക്കുമല്ലേ. അപ്പോൾ ചെറുതാക്കുമ്പോൾ നമുക്കൊരു മൈനസ് വാല്യൂ കൊടുക്കണം. അപ്പോൾ ഞാനൊരു ചെറിയ വാല്യൂ കൊടുക്കും, ഒരു -1.5 കൊടുത്തു, എന്നിട്ടൊന്ന് മോഡിഫൈ ചെയ്യാം. പക്ഷെ മേളിൽ കട്ടായിപ്പോയി. അപ്പോൾ മേളിൽ നമുക്ക് സ്ട്രെയിറ്റ് തന്നെ വേണം. ഈ ഡിസൈനിൽ നോക്കിയാൽ മേളിൽ സ്ട്രെയിറ്റ് വേണം, താഴെയാണ് കട്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ വാല്യൂ നമ്മൾ ഡിലീറ്റ് ചെയ്യാം, മോഡിഫൈ. ഇനി താഴെ ഇട്ട് കൊടുക്കാം, ഇവിടെ താഴത്തെ ഈ ബോക്സിൽ ഇട്ട് കൊടുക്കാം, -1.5 കൊടുത്ത് മോഡിഫൈ ചെയ്യാം. അപ്പോൾ ആ പ്ലേറ്റ് ഇച്ചിരി ഉള്ളോട്ട് കയറിയില്ലേ. പക്ഷേ ഇത് ഉള്ളോട്ട് കയറിയെന്ന് വെച്ചാൽ മിനിമം 10 നമ്മൾ കൊടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യാം, F ആക്കി ഇവിടെ നിന്നും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ 9.42 ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ഇത്രയും കൂടി വലിയൊരു വാല്യൂ കൊടുക്കാം, -1.75. ഇപ്പോൾ പ്ലേറ്റ് ഒന്നും കൂടി കയറി.
ഇനി ഒന്നും കൂടി മെഷർ ചെയ്ത് നോക്കാം. എഫ് ആക്കി ഇവിടെ നിന്ന് ബീം വരെയുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ 10.3 കിട്ടി. 10 to 11 വരെ വേരി ചെയ്താലും കുഴപ്പമില്ല. നമ്മളൊരു ഗസറ്റിൽ സെറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ വേണ്ട വാല്യൂസ് എല്ലാം കൊടുത്ത് എല്ലാം ഇപ്പോൾ ഓക്കെ ആയി. ലാസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം, ഒരു 10 ടിപ്പിക്കൽ പറഞ്ഞായിരുന്നു, അതായത് പ്രൊജക്ഷൻ 10 കിട്ടണം. ഈ 10 തന്നെ ബ്രേസിൻ്റെ ഈ എൻഡിൽ നിന്ന് പെർപെൻഡിക്കുലർ പ്ലേറ്റിൻ്റെ എൻഡ് വരെ മിനിമം 10 കിട്ടണം. അപ്പോൾ അത് കിട്ടാനായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എഫ് എന്ന് പറഞ്ഞ് ഷോർട്ട് കീ ഞെക്കി ഇവിടെ നിന്ന് ഈ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ 10.94 ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇൻ കേസ് 10 ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഗസറ്റ് എന്ന് പറഞ്ഞ് 10 കൊടുത്തില്ല, ഇവിടെ വാല്യൂ വേരി ചെയ്യും. ഇപ്പോൾ വേരി ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ചെറുതാക്കുന്നതിനനുസരിച്ച് ഈ ഗ്യാപ്പ് കുറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ചെയ്യാവുന്ന കാരണം ഇവിടെ മിനിമം നമുക്ക് 10 കിട്ടാനായിട്ടും സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ മിനിമം 10 വരുത്താനായിട്ട് ഈ പ്രൊജക്ഷൻ ഉണ്ടല്ലോ ഇവിടുത്തെ, നമ്മൾ 10 അല്ലേ കൊടുത്താൽ ആ 10 നമ്മൾ വാല്യൂ വേരി ചെയ്ത് കൊടുക്കണം. 10 വരും 12, 14 ഓരോ വാല്യൂസ് ഇട്ടിട്ട് ഇവിടെ മിനിമം 10 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഗസറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ് ഇപ്പോൾ -66 എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തത് അത് ഈ ഒരു സിറ്റുവേഷനിലാണ്. എല്ലാ പ്രൊജക്റ്റിലും അങ്ങനെ വരണം എന്നില്ല. പിന്നെ ഈ 10 ഇവിടെ നമ്മൾ വാല്യൂസ് കൊടുക്കേണ്ട, ഇതൊക്കെ ഏകദേശം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ -1.75 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല, അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഡിസൈൻ പ്രകാരം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൊടുക്കണം. അത് താഴെ ആയിരിക്കും മേളിലായിരിക്കും. ഇപ്പോൾ -1.75 കൊടുത്തെന്ന് വെച്ചാൽ എല്ലാ ഗസറ്റും -1.75 അല്ല കേട്ടോ. നമ്മൾ എന്തിനു വേണ്ടിയായിരുന്നു, മിനിമം 10 കിട്ടാനായിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. പിന്നെ ഈ ഗസറ്റിൽ ഇവിടെ നമ്മൾ 10 കൊടുത്തു, അതും ഫിക്സഡ് അല്ല, അതും മാറും, അത് ഓരോ വാല്യൂ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തു, ഞാനത് അപ്ലൈ ഓക്കെ ചെയ്തു. എന്നിട്ട് റീഡ്രോ ഇപ്പോൾ ഈ ഒരു സൈഡിൽ ഓക്കെ ആയി. ഇനി ഈ എൻഡിലും നമുക്ക് കൊടുക്കണം. ഈ എൻഡിലും നമുക്ക് കൊടുക്കാനായിട്ട് ഇതേപോലെ തന്നെ ഗസറ്റ് എടുത്തു. ഞാൻ അപ്ലൈ ഓക്കെ ചെയ്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കണക്ഷൻ വരും. മെയിൻ പാർട്ട് ബീം സെലക്ട് ചെയ്തു, സെക്കൻഡറി പാർട്ട് ബ്രേസും സെലക്ട് ചെയ്തിട്ട് മൗസിൻ്റെ മിഡിൽ ബട്ടൺ പ്രസ് ചെയ്തു. ഇതിപ്പോൾ ഇങ്ങനെ കട്ടായി വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ മൈനസ് വാല്യൂ കൊടുത്തിട്ടില്ലേ, ആ മൈനസ് വാല്യൂ ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നത് ഇവിടെ താഴത്തെ കൊണ്ടാണ് ആ ഇഷ്യൂ. കാരണം താഴെ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെയാണ് കട്ടായത്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ട് മേളിൽ കൊടുക്കാം. ഞാനത് ഡിലീറ്റ് ചെയ്ത് മേളിൽ കൊടുത്തു, മോഡിഫൈ. ഇപ്പോൾ മേളിൽ കുറഞ്ഞു, മിനിമം നമുക്ക് 10 കിട്ടണം. എന്നിട്ടും 10 കിട്ടിയിട്ടില്ല. ബാക്കിയെല്ലാം ഓക്കെ ആണോ എന്ന് നമുക്ക് നോക്കണം. ബോൾട്ടൊക്കെ ഇവിടെ സെൻറ്ററിൽ വന്ന് കിടക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെ. 10 പ്രൊജക്ഷൻ ഷേപ്പ് ഇതെല്ലാം ഓക്കെ. അപ്പോൾ ഇവിടെ 10 വരുത്താനായിട്ട് ഇവിടെ നമുക്ക് -1.75 അല്ലേ, കുറച്ചും കൂടി ഒരു വലിയ വാല്യൂ, ഞാനൊരു 4 ഇട്ട് കൊടുക്കും. കാരണം -1.75 കൊടുത്തിട്ടും മൂവ് ആവില്ല. അപ്പോൾ നമ്മളൊരു 4 കൊടുത്തു. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കണം, ഒരുപാട് കൂടി പോകരുത്. എഫ് ഞെക്കി ഇവിടെ നിന്ന് ബീമിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് 10.45 ഇനഫ്, അത് മതി. റീഡ്രോ ചെയ്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഗസറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെക്ക് ചെയ്യണം. ഈ ഗ്യാപ്പ് ഇതുണ്ട്, ഈ ഗ്യാപ്പ് ചെറുതായി ഇപ്പോൾ മിനിമം 10 വേണമെന്ന് പറഞ്ഞു. ഇവിടെ ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്താൽ 6 പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ മിനിമം 10 വരുത്താനായിട്ട് ഗസറ്റ് എന്ന് പറഞ്ഞ ടാബിൽ പോയി ഈ 10ന് പകരം വേറൊരു വാല്യൂ ഞാനൊരു 18 കൊടുത്തിട്ട് മോഡിഫൈ ചെയ്യും. അപ്പോൾ ഇത് ഇനി ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണം. എഫ് ആക്കി ബീമിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് പ്ലേറ്റിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ 10.3 ഉണ്ട്. അപ്പോൾ അത് ഓക്കെ, നമുക്ക് ആ വാല്യൂ ഓക്കെ. പിന്നെ ഗസറ്റിൻ്റെ ട്രയൽ ചെയ്ത് നമ്മൾ നോക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ആദ്യമേ ഇവിടെ താഴെ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്തു. 0 എന്ന് പറഞ്ഞൊരു വാല്യൂ എവിടെയും ഇട്ട് കൊടുക്കരുത്. അത് ഒരു കണക്ഷനിലും നിങ്ങൾ വെറുതെ നമ്മൾ ട്രയൽ ചെയ്യാനായിട്ട് ഓരോ ബോക്സിൽ നമ്മൾ ഇട്ട് കൊടുത്തു. പക്ഷെ അവിടെ അല്ല എന്ന് കരുതി അവിടെ എങ്ങനെയാണോ ഡിഫോൾട്ട് കിടന്നത്, ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ടാണ് ആ ഒരു ബോക്സ് കിടന്നെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് തന്നെ കൊടുക്കും. ഒരിക്കലും 0 കൊടുക്കുക. കാരണം 0 കൊടുത്താൽ ഇത് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു 0 പോയിന്റ് വെച്ചിട്ടായിരിക്കും പ്രോഗ്രാം ചെയ്യുന്നത്. ഓരോ എൻഡുകളും ഓരോ കണക്ഷൻ്റെ ഓരോ പോയിന്റുകളും. അപ്പോൾ എന്ത് പറ്റും, ആ പ്ലേറ്റ് 0 എന്ന് പറഞ്ഞൊരു ഏരിയയിലോട്ട് അങ്ങോട്ട് കയറിപ്പോകും. പിന്നെ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ വാല്യൂസ് എന്തൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കിയാലും അവിടെ മൂവ് ആവില്ല, കാരണം ഈ 0 കൊടുത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ 0 എന്ന് പറഞ്ഞ് വെറുതെ ഇട്ട് കൊടുക്കരുത്. ട്രയൽ ചെയ്ത് നോക്കാം. അത് എന്നിട്ട് ഉദ്ദേശം പോലെ നടന്നില്ലെങ്കിൽ ആ ഡിലീറ്റ് ചെയ്ത് ബ്ലാങ്ക് സ്പേസ് തന്നെ ആക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡും ഗസറ്റ് ചെയ്തു. അപ്പോൾ ഇതും ഓക്കെ ആയി. ഇനി ഇതിൻ്റെ അപ്ലൈ ചെയ്തിട്ട് റീഡ്രോ വ്യൂ ഈ സൈഡ് കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് കൊടുക്കാനായിട്ട് ഇതേപോലെ തന്നെ ഗസറ്റ് എടുത്തു. മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ബീം, സെക്കൻഡറി പാർട്ട് ബ്രേസ് സെലക്ട് ചെയ്തു. ഇവിടെ ഇത് മാറിയിട്ടുണ്ട്. നമുക്കിവിടെ -4 എന്നുള്ളത് താഴെ ഇട്ട് കൊടുക്കേണ്ടി വരും വന്നു. പിന്നെ ഈ ബോൾട്ടും തെറ്റ് കിടക്കുന്നു കണ്ടല്ലേ. അപ്പോൾ ബ്രേസ് ബോൾട്ട് 1 പോയിട്ട് ഇവിടെ -3 എന്നുള്ളത് ഡിലീറ്റ് ചെയ്യുക, ഒരു +3 കൊടുക്കുക. അപ്പോൾ അതും ഓക്കെ. ഇവിടെ ഇതുണ്ടോ വെൽഡിങ് ഗ്യാപ്പെല്ലാം ഓക്കെ. ഇനി ഈ എൻഡും നമുക്ക് കൊടുക്കണം. അപ്പോൾ ഈ എൻഡും നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ സെലക്ട് ചെയ്തു. മെയിൻ പാർട്ട്, സെക്കൻഡറി പാർട്ട്, മൗസിൻ്റെ മിഡിൽ ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ -3 മാറ്റി കൊടുത്തു. പിന്നെ പിക്ചറിൽ -1.75 കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം.
അപ്പോൾ അതും ഓക്കെ ആയി. ഇതൊന്ന് റീഡ്രോ ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഓക്കെ ആയില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഗസറ്റിൻ്റെയൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇനി ഗസറ്റിൻ്റെ ഒറിസോണ്ടൽ ബ്രേസിൽ നടുക്കത്തെ ഗസറ്റും കൂടി ഉണ്ട്. നടുക്കുള്ള ഗസറ്റിൻ്റെ കണക്ഷനും കൂടി നമുക്ക് കൊടുക്കാനുണ്ട്. നടുക്കുള്ള ഗസറ്റിൻ്റെ കണക്ഷൻ കൊടുക്കാൻ ഈ സെയിം തന്നെയാണ് വരുന്നത്. ഈ സെയിം കണക്ഷൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ ഡിസൈനിൽ നമുക്കതിനി എടുത്തു വെക്കണം. നടുക്കത്തെ ഡീറ്റെയിൽ 4, ഈ ഡീറ്റെയിൽ 4 പ്രകാരമാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഈ ഡീറ്റെയിൽ 4 പ്രകാരം ചെയ്യണം. അപ്പോൾ നോർമൽ നേരത്തെ കൊടുത്ത പോലെ തന്നെ 28 വേണം ബോൾട്ടിൻ്റെ സെൻറ്റർ വെക്കാൻ, 30, 45, 30. പിന്നെ മെയിൻ പാർട്ട് സെക്കൻഡറി പാർട്ട് തമ്മിലൊരു 10 ഗ്യാപ്പ് വേണം. പിന്നെ 10 ടിപ്പിക്കൽ നോർമൽ കൊടുക്കുന്ന പോലെ വന്നു. ബാക്കിയെല്ലാം 12 തിക്കിൻ്റെ ഗസറ്റ് പ്ലേറ്റ്, M12ൻ്റെ ബോൾട്ട്, 14 ഡയ ഹോൾസ്, 2 ബോൾട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ കൊടുക്കാമെന്ന് വെച്ചാൽ ഗസറ്റിൻ്റെ കണക്ഷൻ എടുത്തു. ബോട്ടം ലെഫ്റ്റിൽ പറയുന്നത് പിക്ക് മെയിൻ പാർട്ട്. മെയിൻ പാർട്ട് എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യാത്ത ബ്രേസ്, അതാണ് മെയിൻ പാർട്ട്. പിന്നെ സെക്കൻഡറി പാർട്സ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 സെക്കൻഡറി പാർട്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 എണ്ണവും സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് വേണം മൗസിൻ്റെ മിഡിൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ കണക്ഷൻ വന്നു. ഈ കണക്ഷൻ്റെ പ്രോപ്പർട്ടി എടുത്ത് നമ്മൾ നോർമൽ കൊടുത്ത പോലെ ഗസറ്റിൻ്റെ തിക്നെസ് ഒക്കെ നമ്മൾ കൊടുത്തു. ബ്രേസ് ബോൾട്ട് 1 എന്ന് വെച്ചാൽ ആദ്യം സെലക്ട് ചെയ്ത സെക്കൻഡറി പാർട്ടാണ്, അതിൻ്റെ ബോൾട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. പിന്നെ അതിൻ്റെ ബോൾട്ട് വശം ഇവിടെ തട്ടി കിടക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു +3 കൊടുക്കാം. ഇനി ബ്രേസ് ബോൾ 2 രണ്ടാമത്തെ സെക്കൻഡറിയുടെ ബോൾട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ബ്രേസ് ബോൾ 2 അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡറിയുടെ ബോൾട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ നമ്മൾ നേരത്തെ പോലെ തന്നെ 12, 8.8 കൊടുത്തു. 14 ഡയക്ക് 2 mm ടോളറൻസ്, ഇവിടെ 2, ഇവിടെ 1 ബോൾട്ടിൻ്റെ നമ്പേഴ്സ് 45, 30, പിന്നെ മിഡിലിൽ നിന്ന് 3. അപ്പം അത് 3 മൈനസ് കൊടുക്കേണ്ടി വരും. മൈനസ് ഇവിടെ 30 ആയിപ്പോയില്ല. -3. അപ്പോൾ അത് ഓക്കെ കണ്ടില്ലേ. പിന്നെ പിക്ചറിൽ വരെ ഈ ഗസറ്റിൻ്റെ ഷേപ്പ് ഇതുണ്ട്, ഒരു കറക്റ്റ് അല്ല. നമ്മളത് നേരത്തെ കണക്ഷൻ്റെ അപ്ലൈ ഒക്കെ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ കുറേ വാല്യൂസ് നമുക്ക് മാറ്റണം. ഇങ്ങനെ വേണം വരാനായിട്ട്. അപ്പോൾ കുറേ വാല്യൂസ് നമുക്ക് മാറ്റാൻ ഇവിടെ മെയിൻ പാർട്ട് സെക്കൻഡറി പാർട്ടും തമ്മിൽ 10 ഉണ്ട്. ഇവിടെ ഒരു 10 ഗ്യാപ്പ് വരുന്നുണ്ടോ, 10 ഗ്യാപ്പ്. പിന്നെ ഈ 66 അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ -1.75 അതൊക്കെ ഡിലീറ്റ് ചെയ്യാം. മൈനസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്യാം. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ അതേ വന്ന് നടക്കുന്നുണ്ടോ, റീഡ്രോ വ്യൂ. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ ഇതാണ് 10 ടിപ്പിക്കൽ, 10 ഗ്യാപ്പ്, മെയിൻ പാർട്ട് സെക്കൻഡറി പാർട്ട് 10, പിന്നെ 10 ടിപ്പിക്കൽ. ബോൾട്ട് എല്ലാം സെൻറ്ററിൽ തന്നെ 2 ബോൾട്ടിൻ്റെ ഡിസ്റ്റൻസ് എല്ലാം കൊടുത്തു. അപ്പോൾ ഒരു ഗസറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ കണ്ടായിരുന്നു 4 എഡ്ജസിലും മിഡിലും നമ്മൾ കൊടുത്തപ്പോൾ ഗസറ്റിൻ്റെ വാല്യൂസ് എല്ലാം ഒന്നും കോൺസ്റ്റൻ്റ് അല്ല. നമ്മൾ ഓരോന്നും ഇങ്ങനെ മാറ്റി കൊടുക്കണം. ഗസറ്റ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഞാനിപ്പോൾ അപ്ലൈ ഓക്കെ ചെയ്തതുപോലെ നിങ്ങൾ അപ്ലൈ ഓക്കെ ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രിക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ആ ഒരു ട്രിക്ക് നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യാതെ മോഡിഫൈ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് കളയുക. അപ്ലൈയോ ഓക്കെയോ പ്രസ് ചെയ്യാതിരിക്കുക. ഓക്കെ പ്രസ് ചെയ്താൽ ഈ വാല്യൂസ് കോപ്പി ആവുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു ലൈവ് പ്രോജക്റ്റ് ഒരു കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അപ്ലൈ ഓക്കെ തന്നെ ചെയ്തു പോകണം. കാരണം ടൈം സേവ് ചെയ്യാൻ ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ മോഡിഫൈ ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ പിന്നെ ഒന്നേന്ന് നിങ്ങളെല്ലാം സെറ്റ് ചെയ്യണം, ഡിസൈൻ ഡ്രോയിങ് നോക്കണം, ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ തറവാവും ഈ ഒരു പ്രൊജക്റ്റിൽ എങ്ങനെ കണക്ഷൻ കൊടുക്കണം എന്നുള്ളതിൻ്റെയൊക്കെ നല്ലൊരു ബേസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതേപോലെ ചെയ്ത് നോക്കുക ഗസറ്റ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി നെക്സ്റ്റ് വെർട്ടിക്കൽ ബ്രേസിൻ്റെ ഗസറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. താങ്ക് യു.